അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറബ് അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഉദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാനിൻ്റെ 3-ാമത്തെ നോമ്പാണ് നാം ഇന്ന് ഓരോരുത്തരും പിടിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകളോ ന്യൂനതകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ചുറബ് അവൻ്റെ കരുണ കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഞാനും നിങ്ങളും കടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവ് കിട്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 2 വർഷമായി. കഴിഞ്ഞ വർഷക്കാലം പരിശുദ്ധമായ റമളാനിൻ്റെ വെള്ളിയാഴ്ച രാവുകളിൽ പള്ളിയിൽ പോകുവാനോ ജുമാ നമസ്കരിക്കുവാനോ ഇതുപോലെയുള്ള ഇബാദത്തുകൾ ചെയ്യുവാനോ നമുക്കൊരവസരമില്ലായിരുന്നു. കാരണം ലോക്ക്ഡൗണും മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധമായ റമളാനിൽ ആ കഴിഞ്ഞ റമളാനിൽ വന്നുപോയ പിഴവുകൾ തിരുത്തുവാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും പവിത്രതയും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് റമളാൻ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ പ്രത്യേകതയാണ്. മഹാനായ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു, റമളാനു ഇലാ റമളാൻ വൽ ജുമഅതു ഇലൽ ജുമഅ വസ്സലാത്തു ഇലാ സ്വലാത്തിൽ മക്തൂബ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ, ഒരു ഫർള് നമസ്കാരം അടുത്ത ഫർള് നമസ്കാരം വരെ, ഇതിൻ്റെ ഇടയിലുള്ള സമയങ്ങൾ, അവർക്കിടയിലുള്ള സമയങ്ങളിൽ വന്നു പോകുന്ന ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റമളാനിൻ്റെയും അടുത്ത റമളാനിൻ്റെയും ഇടയിൽ നാം ചെയ്യുന്ന ചെറിയ പാപങ്ങൾ, ഒരു ജുമഅ മുതൽ അടുത്ത വെള്ളിയാഴ്ച ജുമഅ വരെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പാപങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ ഇതിൻ്റെ ഇടയിൽ നാം ചെയ്യുന്ന ചെറിയ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലേക്കാണ് ഞാനും നിങ്ങളും കിടക്കുന്നത്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും പവിത്രതയും നമുക്കറിയാം. അതുപോലെ തന്നെ റമളാൻ മാസത്തിൻ്റെ പ്രത്യേകത ഇന്നലത്തെ ക്ലാസ്സിലൂടെ നാം പഠിച്ചത് വിശുദ്ധമായ റമളാനിൻ്റെ മഹത്വമാണ്. മഹാനായ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാനിൻ്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൻ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉഅതിയതു ഉമ്മത്തി ഫീ ശഹ്രി റമളാന ഖംസ ലം യഅതാഹുന്ന നബിയ്യുൻ ഖബലി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിക്കും ഇബ്രാഹിം നബി, നൂഹ് നബി, മൂസാ നബി, ഈസാ നബി തുടങ്ങുന്ന ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികൾക്കും അള്ളാഹു കൊടുക്കാത്ത ഒരു വലിയ ഭാഗ്യം, ഒരു പ്രവാചകനും അവരുടെ അനുയായികൾക്കും ലഭിക്കാത്ത ഒരു വലിയ മഹത്വമുള്ള ഭാഗ്യമാണ് അള്ളാഹു ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായ എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. വേറെ ഒരു പ്രവാചകനും അവരുടെ ഉമ്മത്തിനും അള്ളാഹു കൊടുക്കാത്ത 5 മഹത്വങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് അവിടെ നിന്ന് ചോദിക്കും, നബിയെ, എന്താണ് നബിയെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യം എന്താ? ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന 1-ാമത്തെ കാര്യം, ഫഇന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ നളറല്ലാഹു തആല ഇലൈഹിം
നമ്മളതിൻ്റെ ഒന്നാമത്തെ മഹത്വത്തെക്കുറിച്ച് പഠിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമദാനിന്റെ ഒന്നാമത്തെ രാവ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ വിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ആ റമദാന് കടന്നു വന്നതിൻ്റെ പേരിൽ ആരാണോ സന്തോഷിക്കുന്നത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. ആ നോക്കുന്ന സമയം അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിന്റെ നോട്ടം ഏതു മനുഷ്യന് ലഭിക്കുന്നുണ്ടോ, ലം യുഅദ്ദിബുഹു അബദ, പിന്നെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിന്റെ നോട്ടം, ആ കടാക്ഷത്തിന്റെ നോട്ടം കിട്ടിയവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. രണ്ടാമത്തെ പ്രവാചകൻ പറഞ്ഞു വഅമ്മ സാനിയ, രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫഇൻ ഖലുഫ അഫ്വാഹിഹിം ഹീന യംസൂന അത്യബ ഇൻദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ നോമ്പുകാരൻ, നോമ്പ് പിടിച്ച ഒരു മനുഷ്യൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണം കഴിക്കാതെ, പാനീയങ്ങൾ കുടിക്കാതെ, വെള്ളം കുടിക്കാതെ ആ മനുഷ്യൻ പട്ടിണിയിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ വായിൽ നിന്നൊരു ദുർഗന്ധമടിക്കും. നോമ്പുകാരന്റെ വായിൽ നിന്നൊരു ദുർഗന്ധം, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ വായിൽ നിന്നൊരു ദുർഗന്ധമടിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദുർഗന്ധം അള്ളാഹുവിൻ്റെ മുന്നിൽ കസ്തൂരിയേക്കാൾ വാസനയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ മുന്നിൽ അത് വലിയ മഹത്വമുള്ളതാണ്, വലിയ കസ്തൂരിയുടെ വാസനയാണെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കസ്തൂരിയുടെ വാസനയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുകൊണ്ടാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾ പല്ല് തേക്കാൻ പാടില്ല. നോമ്പുകാരൊക്കെ പോയിട്ട് പെട്ടെന്ന് മിസ്വാക്കൊക്കെ ചെയ്യാറുണ്ട് ആ ദുർഗന്ധത്തിന്റെ പേരിൽ. ഒരിക്കലും അങ്ങനെയല്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിന് വലിയ മഹത്വവും വലിയ സ്ഥാനവും. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെ നിന്ന് തിരഞ്ഞ ഈ നോമ്പുകാരെ തിരിച്ചറിയാനുള്ള അടയാളം, ആദം നബി മുതൽ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുമല്ലോ. ആ ദിവസത്തിൽ എല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു യഖ്റുജു സായിമൂന മിൻ ഖുബൂരിഹിം യുഅരിഫൂന ബിരീഹി അഫ്വാഹിഹിം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ വായുടെ വാസന കൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയും. നോമ്പുകാരുടെ വായിൽ നിന്ന് വാസന, ഒരു വല്ലാത്ത ഒരു പരിമളം അടിച്ചു വീശുകയാ. മഹാനായ മക്ഹൂൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കോടാനുകോടി ജനങ്ങൾ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് കടന്നു വന്ന ഈ 1,24,000 വരെ പരം വരുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത ഒരു പരിമളം അടിച്ചു വീശുകയാണ്, വല്ലാത്ത ഒരു സുഗന്ധം അടിച്ചു വീശുന്നു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നു, എവിടെ നിന്നാ പടച്ചവൻ ഈ സുഗന്ധം അടിക്കുന്നത്? എല്ലാവരും നാനാഭാഗങ്ങളിൽ വല്ലാത്ത ഒരു പരിമളം അടിച്ചു വീശുമ്പോൾ നാനാഭാഗങ്ങളിലേക്ക് എല്ലാവരും നോക്കുകയാ. ആ സമയത്താണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നോമ്പുകാരുടെ വായിൽ നിന്നടിക്കുന്ന സുഗന്ധമാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ നോമ്പുകാരെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന ഈ ദുർഗന്ധം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ കസ്തൂരിയുടെ വാസനയാണ്. അതിന് വലിയ മഹത്വവും വലിയ പ്രാധാന്യവും അല്ലാഹു നൽകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട്, പരിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞാനും നിങ്ങളും കടക്കുമ്പോൾ ആ വെള്ളിയാഴ്ച നാം ചെയ്യേണ്ട ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം പോലും അലങ്കരിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ പോലും അള്ളാഹു തുറന്നിട്ടിരിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വവും പവിത്രതയും നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും ഈ വെള്ളിയാഴ്ചയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ
ജുമഅതി ഫസ്ഔ ഇലാ ദിക്രില്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയത് നിങ്ങൾ വെള്ളിയാഴ്ച വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്ഔ, നിങ്ങൾ ധൃതി കാണിക്ക്, പള്ളിയിലേക്ക് നേരത്തെ കാലത്തെ പോയി ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി ഒരു ശ്രദ്ധ കൊടുക്കണം. നാളെ വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ദിവസം വലിയ മഹത്വമുള്ളതാണ് എന്നൊരു ഓർമ്മ, ഒരു ചിന്ത നമുക്കുണ്ടാകണം. അസറിന്റെ വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ജുമഅ തുടങ്ങിക്കഴിഞ്ഞു, ജുമയുടെ ദിവസം തുടങ്ങിക്കഴിഞ്ഞു. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ വെള്ളിയാഴ്ചയാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള ബോധവും നിയ്യത്തും നമുക്കുണ്ടാകണം. അൽഹംദുലില്ലാ, ഇന്ന് ജനങ്ങൾക്കില്ലാതെ പോയത് മഹാന ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വെള്ളിയാഴ്ച ആരാധനയ്ക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളും നല്ല നിയ്യത്തുകളും നമ്മൾ ചെയ്യണമെന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ വേണ്ട ഏറ്റവും പ്രധാനമായി നാം ചെയ്യേണ്ട, ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذكر يوم الجمعة فقال فيه ساعة لا يوافقها عبد المسلم وهو قائم يصلي. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സമയമുണ്ട്, തന്റെ ആവശ്യം എന്താണോ അല്ലാഹുവിനോട് ചോദിച്ചാൽ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്തിൽ ഒരു അടിമ തന്റെ ജീവിതത്തിലെ എന്താഗ്രഹം, പ്രയാസമാണോ, ബുദ്ധിമുട്ടാണോ, രോഗമാണോ, കടമാണോ, ജോലിയാണോ, മക്കളാണോ, എന്താണോ നിനക്ക് അല്ലാഹുവിനോട് വേണ്ടത്, ആ വെള്ളിയാഴ്ച ദിവസത്തിലെ ഒരു സമയമുണ്ട്. ആ സമയത്തിൽ അല്ലാഹുവിനോട് ഒരടിമ ദുനിയാവിന്റെ അല്ല എന്ന് ആഖിറത്തിന്റെ കാര്യം അവൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിലെ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിലെ ദുആയിക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിന് വലിയ മഹത്വമുണ്ട്, ആ ദുആയിക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിലെ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. നമ്മൾ അല്ലാഹുവിനോട് അധികമായിട്ട് ദുആ ചെയ്യുക. നമ്മുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാർ ഒരു പ്രവാചകനും ഒരു പ്രവാചകന്റെ അനുയായികൾക്കും അല്ലാഹു കൊടുക്കാത്ത 5 ഭാഗ്യത്തിൽ, 5 മഹത്തായ അനുഗ്രഹത്തിൽ മൂന്നാമതായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, വഅമ്മ സാലിസ ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരടിമ അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സൈന്യമായ കോടാനുകോടി മലക്കുകൾ, അല്ലാഹുവിന്റെ മലക്കുകളുടെ എണ്ണം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. കോടാനുകോടി മലക്കുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടും. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗം മുഴുവനും ചുറ്റിയിരിക്കുന്ന മലക്കുകൾ, അല്ലാഹുവിനെ എപ്പോഴും വാഴ്ത്തുകയും പുകഴ്ത്തുകയും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി മലക്കുകളുണ്ട്. ഈ മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഇനി 30 ദിവസക്കാലം റമളാൻ അവസാനിക്കുന്നത് വരെ നിങ്ങൾ എന്നെ വാഴ്ത്തുകയോ എന്നെ പുകഴ്ത്തുകയോ എന്നെ സ്തുതിക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇനി നിങ്ങൾക്കൊരു ജോലിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പുകാരായ എൻ്റെ അടിമകൾ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചിരിക്കുന്ന എൻ്റെ അടിമകൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു പറയണം? അടിമകൾ ദുആ ചെയ്യുമ്പോൾ നോമ്പുകാരിരുന്നുകൊണ്ട്, നിന്റെ വീടാകട്ടെ, പള്ളിക്കകത്താകട്ടെ, വണ്ടിയിലാകട്ടെ, റോഡിലാകട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ ഏത് മൂലയിലിരുന്നു കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, ആ ദുആ ചെയ്യുന്ന സമയത്ത് രാവാകട്ടെ പകലാകട്ടെ, ഏത് സമയത്ത് നമ്മൾ ദുആ ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ ആമീൻ, പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ എന്ന് കോടാനുകോടി മലക്കുകൾ നമുക്കിടെ ദുആയിക്ക് ആമീൻ
ആമീൻ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകൾ നമുക്ക് വേണ്ടി ആമീൻ പറയാൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഈ കോടാനുകോടി മലക്കുകൾ നമുക്ക് ആമീൻ പറയാൻ കാത്തിരിക്കുമ്പോൾ ആരാ ആമീൻ പറയുന്നത് എന്ന് ചിന്തിക്ക്. ഒരു മുതഅല്ലിമല്ല, ഒരു ഹാഫിളല്ല, ഒരു ആലിമല്ല, ഒരു പണ്ഡിതനല്ല, ഒരു വലിയല്ല, ഒരു സയ്യിദല്ല. ആരാ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത, അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരുന്ന അള്ളാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ ഞാൻ ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുമ്പോൾ നമ്മളുടെ ദുആ സ്വീകരിക്കണേ എന്ന് ആമീൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും വലിയ ഒരു മഹത്വം, വലിയ ഒരു സ്ഥാനം എന്താ നമുക്കുള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, വെള്ളിയാഴ്ച ദിവസം ദുആഇന്റെ ദിവസമാ, സ്വലാത്തിന്റെ ദിവസമാ. മഹാനായ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അമിതമായി സ്വലാത്ത് പറയേണ്ട എൻ്റെ ഒരു ദിവസം കൂടെയാണ് പരിശുദ്ധമായ റമദാനിലെ വെള്ളിയാഴ്ച. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച ഒരാഴ്ചയിലെ നിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തു. നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട. നിന്റെ മക്കളെ കുറിച്ച്, നിന്നെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ ജോലിയെ കുറിച്ച്, നിന്റെ സമ്പത്തിനെ കുറിച്ച്, നിന്റെ ആരോഗ്യത്തെ കുറിച്ച്, നിന്റെ റിസ്കിനെ കുറിച്ച് നീ പേടിക്കണ്ട. ഒരാഴ്ചയുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാ. അള്ളാഹു നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അസർ നമസ്കാരം മഗ്രിബിന് മുമ്പായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു കഹ്ഫ് ഓതി തീർക്കാൻ കഴിയണം. ജുമഅയ്ക്ക് മുമ്പ് തന്നെ കഴിവിന്റെ പരമാവധി ഓതണം. പറ്റാത്തവർ എൻ്റെ പ്രിയപ്പെട്ടവരെ വൈകുന്നേരത്തിനുള്ളിൽ ഓതി തീർക്കണം സൂറത്തുൽ കഹ്ഫ്. ഒരുപാട് മഹത്വം, ഒരുപാട് പ്രതിഫലമുള്ളതാണ് സൂറത്തുൽ കഹ്ഫ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം കുളിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും വെള്ളിയാഴ്ച ദിവസത്തെ കുളി നിർബന്ധമാ. വെറും സാധാരണ ദിവസത്തെ പോലെയല്ല. വെള്ളിയാഴ്ച ദിവസം തലയിൽ എണ്ണ തേച്ച് ഫറദ് കുളിയെങ്കിൽ ഫറദ് കുളി. ഇപ്പൊ പിന്നെ നോമ്പായത് കൊണ്ട് അത് കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തായിട്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കുളി കുളിക്കണം. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് നേരത്തെ കാലത്തെ പള്ളിയിലേക്ക് നടന്നു തന്നെ പോകാൻ കഴിയുന്നവർ വലിയ പ്രതിഫലം, ഓരോ ചുവട്ടടിക്കും വലിയ പ്രതിഫലം. ഇതൊക്കെ അള്ളാഹു ഇപ്പൊ തരുന്നതല്ലേ സഹോദരങ്ങളെ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം അമിതമായി നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം വെള്ളിയാഴ്ച ദിവസത്തിലെ ഒരു സമയമുണ്ട്, ആ സമയത്തിലെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസമാണ്. റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 12 മാസത്തിൽ 11 മാസവും ആഴ്ചയിൽ 4 വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഹദീസിലൂടെ പഠിച്ചിട്ടുണ്ട്. ആദ്യം പള്ളിയിലേക്ക് നേരത്തെ പോകുന്ന മനുഷ്യന് ഒട്ടകത്തെ അറുത്തു കൊടുത്ത പ്രതിഫലം, പിന്നെ പോകുന്ന ആൾക്ക് പശുവിന് അറുത്തു കൊടുത്തത്, പിന്നെ കൊമ്പുള്ള ആടിന് അറുത്തു കൊടുത്തത്, പിന്നെ കോഴി അറുത്തു കൊടുത്തത്, അവസാനം പോകുന്നവൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഘട്ടം ഘട്ടമായി പോകുന്നവരുടെ പ്രതിഫലം വെള്ളിയാഴ്ച ദിവസം നേരത്തെ കാലത്തെ പള്ളിയിൽ പോകുന്നവരുടെ പ്രതിഫലം നമ്മൾ ഹദീസുകളിലൂടെ പഠിച്ചതാ. ഇന്ന് വരെ നമുക്ക് നേടിയിട്ടില്ല. ഒട്ടകത്തെ പോയിട്ട് ഒരു കോഴിമുട്ടയുടെ പ്രതിഫലം പോലും വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നമ്മൾ നേടിയിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ചയെങ്കിലും അൽഹംദുലില്ലാ നേരത്തെ കാലത്തെ പള്ളിയിൽ പോയിട്ട് ഒരൊട്ടകത്തെ അറുത്തു കൊടുത്ത പ്രതിഫലം നമുക്ക് നേടാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. വിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നപ്പോൾ സർവ്വ ഇബ്ലീസുകളെയും അള്ളാഹു ചങ്ങലയിലിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവ്വ ഇബ്ലീസുകളെയും പൂട്ടിയിട്ടിരിക്കുന്ന ഈ റമളാനിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നേരത്തെ കാലത്തെ പള്ളിയിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഇബ്ലീസ് ഏതാണെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ശരീരത്ത് എല്ലാ ഇബ്ലീസിനെയും എല്ലാ ശൈത്താന്മാരെയും അള്ളാഹു മലക്കുകൾ കെട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് പോലും പടച്ചവനെ, റമളാൻ മാസം വന്നിട്ട് പോലും നമുക്ക് നന്നാകാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ആ പഴയ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ പോരായ്മയുണ്ടെന്നാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു, വെള്ളിയാഴ്ച ദിവസമാണ്. ആണുങ്ങൾ നേരത്തെ കാലത്ത് പള്ളിയിൽ പോയി ചെയ്യാൻ കഴിയുന്ന ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങ്. കഴിഞ്ഞ വർഷത്തെ റമളാനിൽ ചെയ്യാൻ പറ്റാത്ത അമലുകൾ ഈ വർഷം നമുക്ക് അമിതമായി ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജുമാ ഇല്ലെങ്കിലും നേരത്തെ കാലത്ത് അൽഹംദുലില്ലാ ജോലികളൊക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നിങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് അൽഹംദുലില്ലാ ഉളുവെടുത്ത് കുളിച്ച് ഉളുവെടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ നിസ്കരിച്ച് തസ്ബീഹ് നിസ്കരിച്ച്
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളും ആ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഈ പ്രതിഫലം നേടിയെടുക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. മാരക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ, ക്യാൻസറും ട്യൂമറും കിഡ്നിയൊക്കെ തകർന്നു കഴിയുന്നവർ, അള്ളാഹു അവർക്ക് എല്ലാവർക്കും ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നോമ്പ് പോലും പിടിക്കാൻ കഴിയാതെ, അള്ളാഹുവിന്റെ മുന്നിൽ ഒരു സുജൂദ് പോലും ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ഉപ്പമാർ, ഒരുപാട് ഉമ്മമാർ, കരുണക്കടലായ പടച്ചുറബ് അള്ളാഹുവെ നീ അവർക്ക് കാഫിയത്തും ദീർഘായുസും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് പടച്ചവനെ. വെള്ളിയാഴ്ച ദിവസം അവരുടെ ഖബറിന്റെ ചാരത്ത് മലക്കുകൾ ചെന്നിട്ട് മക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. നല്ല മക്കളെ കുറിച്ച് അള്ളാഹുവെ മക്കൾ ചെയ്ത സൽക്കർമ്മങ്ങൾ പറയുമ്പോൾ മാതാപിതാക്കൾ സന്തോഷിക്കും. മക്കൾ ചെയ്ത മോശമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മരണപ്പെട്ടവർ ഖബറിൽ കിടന്ന് പ്രയാസപ്പെടുമെന്ന അള്ളാഹുവെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ പടച്ചവനെ. അവരുടെ ഖബറിനെ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ മാസക്കാലങ്ങളായിട്ട് പടച്ചവനെ 8-9 മാസക്കാലമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ദീനിന്റെ വിളക്കുന്ന ഈ നസീഹത്ത് ക്ലാസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുണ്ട്. അള്ളാഹുവെ മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും റമദാൻ തീരുന്നത് വരെ, റമദാനിന്റെ 30 ദിനരാത്രങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് വൈകുന്നേരം 5 മണിക്ക് ഇൻഷാ അല്ലാഹ് എത്തും. നിങ്ങൾ എല്ലാവരും കയറി, നിങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതനുസരിച്ച് നിങ്ങളിത് കയറി കേൾക്കുകയും പഠിക്കുകയും ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ, വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കരുത്. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, അവരുടെ ദുആയിൽ നിങ്ങളെയും പെടുത്തണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യും. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഖത്തം ഓതുന്നത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഖത്തം ഓതണം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ നിങ്ങൾ അധികമായിട്ട് പറയണം. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതുകൊണ്ട് റമദാൻ 29 ഇൻഷാ അല്ലാഹ് ഈ കോടിക്കണക്കിന് ഇസ്തിഗ്ഫാറും അതുപോലെ ഒരു 100 കണക്കിന് ഖുർആൻ ഖത്തം ഓതിയതും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനുള്ള ഒരു മരണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇർഹംനാ യാ അർഹമർ റഹീമീൻ. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاء وصيتോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.